കേരള സർവകലാശാലയിലെ ഫയൽ നീക്കത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ലഭിക്കാനുള്ള നീക്കവുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. കെൽട്രോണിന് പകരം ഡിജിറ്റൽ ഫയൽ പ്രോസസ്സിംഗ് ചുമതല ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാനാണ് അദ്ദേഹത്തിൻ്റെ ആലോചന. കഴിഞ്ഞ ദിവസം ഫയൽ പ്രോസസ്സിംഗ് ചുമതല തനിക്ക് നൽകണമെന്ന VC-യുടെ ആവശ്യം സ്വകാര്യ ഏജൻസി തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം കേരള സർവകലാശാല സസ്പെൻഷൻ വാദത്തിൽ ഗവർണറെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും നിശ്ചിതമായി വിമർശിച്ച മുൻ സിൻഡിക്കേറ്റ് അംഗവും കോൺഗ്രസ് നേതാവുമായ ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചക്രത്തിൽ പോരാട്ടം നടത്തുന്ന കക്ഷി നേതാക്കളും മറ്റുള്ളവരും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കെതിരെ ജനരോഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ നിന്ന് ഉയർന്നു വരും. അപ്പോൾ നിലവെള്ളം ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. കാരണം കുട്ടികളുടെ താല്പര്യം ബലികഴിക്കുന്ന ആലോചനയിൽ രാവും പകലുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കുറേ ആളുകൾ. അതായത് ഇവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കണേ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, കാരണം ഒരു വലിയ പേരുകേട്ട വിഖ്യാതമായ ഒരു കലാശാലയുടെ സൽപ്പേരിന് കളങ്കം വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ പാളയത്തെ കേരള സർവകലാശാല ഓഫീസിനുള്ളത്. പറയൂ. ഗുഡ് മോർണിംഗ് അഗൈനും SKN. എന്തായാലും സമാനതകളില്ലാത്ത പ്രതിസന്ധി കേരള സർവകലാശാലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഫയൽ മൂവ്മെൻറ്റുകൾ, അതായത് തീരുമാനമെടുക്കേണ്ട ഫയലുകളുടെ തീരുമാനത്തിൻ്റെ അഡ്മിൻ ചുമതല സൂപ്പർ അഡ്മിനായി തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഫയലുകളുടെ പ്രോസസ്സിംഗ് ചുമതലയുണ്ടായിരുന്ന ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിക്ക് VC ഒരു നിർദ്ദേശം നൽകുന്നു. എന്നാൽ തങ്ങൾക്ക് അങ്ങനെ നൽകാൻ കഴിയില്ല. തങ്ങൾക്ക് കരാറ് കെൽട്രോണുമായിട്ടാണ്, കേരള സർവകലാശാലയിട്ടുമല്ല. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല കെൽട്രോൺ വഴി തങ്ങളിലേക്ക് വരണം, എന്നാൽ മാത്രമേ ആ നിർദ്ദേശം പാലിക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനം ഈ സ്വകാര്യ IT കമ്പനി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ അറിയിക്കാനുണ്ടായത്. നിലവിൽ കേരള സർവകലാശാലയുടെ ഫയലുകൾ പൂർണ്ണമായി നോക്കുന്നത് നിലവിലെ രജിസ്ട്രാർ KS അനിൽകുമാറും അവരുമായി ബന്ധപ്പെട്ടവരും മാത്രമാണ്. ഈ ഫയലിൽ മിനി കാപ്പൻ, അതായത് സിൻഡിക്കേറ്റ് VC ചുമതല നൽകിയ രജിസ്ട്രാർ മിനി കാപ്പന് ഫയലുകൾ എത്തുന്നില്ല. ആ ഫയലുകൾ നോക്കാനുള്ള അധികാരം മിനി കാപ്പന് നിലവിൽ ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ മിനി കാപ്പനിലേക്ക് ഫയലുകൾ എത്താൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം അത്തരമൊരു നീക്കം VC മോഹനൻ കുന്നുമേൽ നടത്തിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു. തുടർ നീക്കം ഇപ്പോൾ മോഹനൻ കുന്നുമേൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സിസ തോമസ്, അതായത് ഗവർണറുമായി ചേർന്ന് നിൽക്കുന്നവരാണ് സിസ തോമസ്, വൈസ് ചാൻസലറായ സിസ തോമസും വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമേലും. സിസ തോമസ് VC ആയിരിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഇത്തരത്തിൽ ഫയൽ നോക്കുന്നതിനുള്ള ചുമതല, അതിൻ്റെ പ്രോസസ്സിംഗ് ചുമതല കൈമാറാനുള്ള ആലോചനയാണ് ഇപ്പോൾ മോഹനൻ കുന്നുമേൽ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ പരിശോധിക്കുകയാണ്. ആ നിയമപരമായി തടസ്സങ്ങളില്ലെങ്കിൽ ഈ സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ഫയൽ നോക്കാനുള്ള ചുമതല പൂർണ്ണമായി ഒരു പണം നൽകിക്കൊണ്ട് തന്നെ ഒരു കരാറിൽ ഏർപ്പെട്ട് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറാനുള്ള ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും സർവകലാശാലയിൽ കഴിഞ്ഞ 2 ദിവസമായി ഫയലുകളിൽ തീരുമാനമെടുക്കാതെ ഇപ്പോൾ തിരിച്ചയക്കുന്ന നിലപാടാണ് VC സ്വീകരിച്ചിട്ടുള്ളത്. കാരണം രജിസ്ട്രാർ അനിൽകുമാറാണ് ഫയലുകൾ VCക്ക് ഫോർവേഡ് ചെയ്യുന്നത്. രജിസ്ട്രാർ അനിൽകുമാർ നൽകുന്ന ഒരു ഫയലുകളും താൻ നോക്കില്ല, അതെല്ലാം തിരിച്ചയക്കുമെന്നുള്ള നിലപാടിലാണ് മോഹൻ കുന്നുമേൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും കേരള സർവകലാശാലയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവധിയാണ് എങ്കിൽ പോലും മറ്റ് അടിയന്തര സ്വഭാവമുള്ള ഫയലുകളെല്ലാം വീട്ടിലിരുന്നെല്ലാം നോക്കാറുണ്ട്. അത്തരത്തിൽ ഒരു നടപടിയും എടുത്തില്ല. അത്തരത്തിൽ അയച്ച ഫയലുകളെല്ലാം തിരിച്ചയക്കുകയാണ്. ഇത് ആത്യന്തികമായി ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. ഇപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് സമയമാണ്, അതായത് PG അഡ്മിഷനെല്ലാം നടക്കേണ്ട സമയമാണ്. ഒപ്പം ഡിഗ്രി അഡ്മിഷനെല്ലാം കഴിഞ്ഞ് വിദേശ സർവകലാശാലകളിലും മറ്റ് സർവകലാശാലകളിലും പോകുന്നവർക്ക് സാധാരണ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകില്ല, അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള 1300ഓളം അപേക്ഷ ഇപ്പോൾ സർവകലാശാലയിൽ പെൻഡിംഗ് ആണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് VC ആണ്. അത്തരത്തിൽ തീരുമാനമെടുക്കാതെ ഇപ്പോഴും തുടർന്നു പോകുന്ന സാഹചര്യവും നിലവിലുണ്ട്. നാളെ, അതായത് തിങ്കളാഴ്ച VC മോഹനൻ കുന്നുമേൽ 15 ദിവസത്തിന് ശേഷം സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നുള്ള ഒരു വിവരമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എത്തിയാലും നാളെയും നാടകീയ സംഭവങ്ങൾ സർവകലാശാലയിൽ ഉണ്ടാകാൻ വഴിയുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലെ തടയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണൻ.